എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ബുധൻ്റെ രാശിമാറ്റമാണ്. ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധൻ കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ബുധൻ എന്ന് പറയുന്നത് ഒരു ശുഭഗ്രഹമാണ് എന്ന് മാത്രമല്ല, അത് ഏത് രാശിയിൽ സഞ്ചരിക്കുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട രാശിക്കാർക്ക് ഒരുപോലെ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹവും കൂടിയാണ്. ഇനി ബുധൻ്റെ കാരകത്വം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യയുടെ കാരകനാണ്, ജ്ഞാനത്തിൻ്റെ കാരകനാണ്, വാക്കിൻ്റെ കാരകനാണ്, ഗണിതശാസ്ത്രത്തിൻ്റെ കാരകനാണ്, ആത്മധൈര്യത്തിൻ്റെ കാരകനാണ്, വിവേകത്തിൻ്റെ കാരകനാണ്. ഇങ്ങനെ ഒട്ടേറെ കാരകധർമ്മങ്ങൾ നിർവഹിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഗ്രഹമാണ് ബുധൻ. ആ ബുധൻ 2025 മെയ് 7 അതിൻ്റെ നീചരാശിയായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ്. മേടത്തിലേക്കുള്ള ഗ്രഹചാരം സംഭവിക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഉച്ചസ്ഥനായി ആദിത്യൻ നിലകൊള്ളുന്നുണ്ട്. ബുധനും ആദിത്യനും കൂടി യോഗം ചെയ്യുമ്പോൾ ബുധാദിത്യ യോഗം അഥവാ നിപുണ യോഗം കൂടി രൂപപ്പെടുന്നുണ്ട്. ബുധൻ്റെ ഈ രാശിമാറ്റം 7 രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെയാണ് ആ 7 രാശിക്കാരെന്നും അവരുടെ ഗുണാനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് വിശദീകരിക്കുന്നത്. ബുധൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ആദ്യ രാശി മേടൻ രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ ബുധനും ആദിത്യനും കൂടി യോഗം ചെയ്തു നിൽക്കുകയാണ്. 12 നീചസ്ഥനായിട്ട് ബുധൻ നിന്ന കാലയളവിൽ 2 മാസക്കാലത്തോളം മീനത്തിലായിരുന്നു. ആ 2 മാസ കാലയളവ് സാമ്പത്തികമായിട്ടുള്ള ധാരാളം പ്രതിസന്ധികൾ ഈ രാശിക്കാർ നേരിട്ടുകൊണ്ടിരുന്നു. അതായത് വരവിനേക്കാൾ കൂടുതലായിട്ട് ചെലവ് നിയന്ത്രണാതീതമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. വിവേകപൂർവം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു, മനക്ലേശങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പലവിധ പ്രശ്നങ്ങളിൽ നിന്നും മോചനം കിട്ടുകയും വിവേകപൂർവം ചിന്തിക്കാനും ആത്മധൈര്യത്തോടെ പ്രവർത്തിക്കാനും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് ബുധൻ്റെ രാശിമാറ്റം മൂലം വരുന്നത്. 1 മാസക്കാലം ബുധൻ മേടൻ രാശിയിലാണ്, അതായത് ജൂൺ 6 വരെ. ഈ ജൂൺ 6 വരെയുള്ള കാലയളവിൽ മേടൻ രാശിക്കാർക്ക് ഇത്തരത്തിലുള്ള പല നേട്ടങ്ങളും വന്നു ചേരും. സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും, തൊഴിൽപരമായിട്ട് ഉയർച്ചയുണ്ടാകും, അധികാരികളുടെ അംഗീകാരങ്ങൾ ഉണ്ടാകും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഘട്ടങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരും. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും അത് സാധിച്ചു കിട്ടുന്ന സമയമാണ്. സന്താനങ്ങൾക്കും നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം അവർക്ക് പലവിധ അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. പൊതുവെ ബുധൻ്റെ രാശിമാറ്റം മൂലം മേടൻ രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. ബുധൻ്റെ രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു രാശിയാണ് മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് 11-ലാണ് ബുധൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത്. 11 എന്ന് പറയുന്നത് സർവാഭീഷ്ട സ്ഥാനമാണ്. കഴിഞ്ഞ 2 മാസക്കാലം
10 നീചസ്ഥനായിട്ട് ബുധൻ നിലകൊള്ളുകയായിരുന്നു. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മസ്ഥാനമാണ് ആയിരുന്നു. കർമ്മസംബന്ധമായിട്ടുള്ള പലവിധ പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലയളവ് ആയിരുന്നു. ഒരു അസ്ഥിരത തൊഴിൽ രംഗത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. കൂടാതെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മുന്നോട്ട് പോകാനാകാതെ പലവിധ പ്രതിസന്ധികളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തന്നെയായിരുന്നു. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അംഗീകാരങ്ങൾ ലഭിക്കാത്ത അവസ്ഥയും സാമ്പത്തിക പരാധീനതയും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്നു. ആരോഗ്യപരമായിട്ടും വളരെയേറെ പ്രതിസന്ധികൾ ഈ രാശിക്കാർ നേരിട്ടുകൊണ്ടിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ സ്ഥിതിയും അത്ര അനുകൂലമല്ല. ശനിദോഷമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴുള്ള ഈ ബുധൻ്റെ രാശിമാറ്റം തീർച്ചയായിട്ടും പലവിധ ഗുണാനുഭവങ്ങളും ഈ രാശിക്കാർക്ക് സമ്മാനിക്കുന്നതാണ്. അവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും. ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പലവിധ നേട്ടങ്ങളും പ്രത്യേകിച്ച് സാമ്പത്തികമായ നേട്ടങ്ങളും അംഗീകാരങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ രാശിക്കാരെ തേടി വരും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. പൊതുവിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസക്കാലമായിരിക്കും ബുധൻ്റെ രാശിമാറ്റം മൂലം ഈ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. ബുധൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് കർക്കിടകൻ രാശിയാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മസ്ഥാനമായ 10ലേക്കാണ് ബുധൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത്. ഇതിനു മുമ്പ് ഭാഗ്യസ്ഥാനത്ത് നീചസ്ഥനായിട്ട് നിന്നതുകൊണ്ട് പലവിധത്തിലുള്ള പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും സൗഭാഗ്യം ലഭിക്കാത്ത എല്ലാം ഉണ്ടായിട്ടും അത് അനുഭവിക്കാൻ യോഗമില്ലാത്ത അനുഭവയോഗം കുറഞ്ഞിരുന്ന ഒരു കാലയളവൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 മാസക്കാലം അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാനും തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാവും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പ്രമോഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫർ ലഭിക്കും, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന പലതരത്തിലുള്ള മനപ്രയാസങ്ങളും ഒക്കെ വിട്ടുമാറുന്നതാണ്. അധികാരികളുടെ പ്രീതി വന്നു ചേരുന്നതാണ്. ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും നേട്ടങ്ങളുണ്ടാവും. ബിസിനസ് രംഗത്ത് നേട്ടങ്ങളുണ്ടാവും. കലാകാരന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ അംഗീകാരങ്ങൾ വരുന്നതായിരിക്കും. ഗണിതശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ നേട്ടങ്ങളും അംഗീകാരങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. പൊതുവെ കർക്കിടകൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് ബുധൻ്റെ രാശിമാറ്റം മൂലം സംഭവ്യമാകാൻ പോകുന്നത്. ബുധൻ്റെ രാശിമാറ്റം മൂലം വളരെയധികം നേട്ടങ്ങൾ കൈവരുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് കന്നി രാശിയാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 8ലേക്കാണ് ബുധൻ്റെ ഗ്രഹചാരം സംഭവിക്കുന്നത്. പൊതുവെ 3, 6, 8, 12 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശുഭഗ്രഹങ്ങൾക്ക് നന്നല്ല എന്നാണ്. എന്നാൽ അഷ്ടമത്തിലെ ബുധൻ രാജയോഗപ്രദനാണ്. വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. കുറച്ച് കാലം കൊണ്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 മാസം കൊണ്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് ദാമ്പത്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു. മനക്ലേശങ്ങളുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും തടസ്സങ്ങളുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള പരാധീനതയൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം മാറി കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു മാസക്കാലം ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ കഴിയും. പുതുതായിട്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. അതാണ് ബുധൻ്റെ ഒരു പ്രത്യേകത. കഴിവുകളെ അംഗീകരിക്കുകയും മാനിക്കുകയും
അധികാരികളിൽ നിന്ന് പ്രീതി ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ഒപ്പം വിവാഹം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ വിവാഹ തടസ്സം നേരിട്ടുകൊണ്ടിരുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് വിവാഹ തടസ്സമൊക്കെ മാറി വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകാനുള്ള ഒരു സമയവും ഒക്കെയുണ്ട്. സന്താനങ്ങളെ കൊണ്ടും ഈ രാശിക്കാർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, അതായത് പല വഴിക്ക് ധനം ആർജിക്കാനും പ്രധാനമായിട്ടും ഒരു അധികാര സ്ഥാനത്തേക്ക്, ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു പ്രത്യേക ഒരു സ്ഥാനം, അധികാര സ്ഥാനത്തേക്കൊക്കെ വരാനും, അതായത് മറ്റുള്ളവരെ ശിക്ഷിക്കാൻ പവറുള്ള തലത്തിലേക്ക് വളർന്നു വരാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ബുധൻ്റെ രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മറ്റൊരു രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃശ്ചികൻ രാശിയാണ്. വൃശ്ചികൻ രാശിയിൽ വരുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 6ലേക്കാണ് ബുധൻ്റെ ഗ്രഹചാരം നടക്കുന്നത്. 6ലേക്കുള്ള ബുധൻ്റെ ഗ്രഹചാരം തീർച്ചയായിട്ടും വളരെയധികം നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് സമ്മാനിക്കുന്നതായിരിക്കും. കഴിഞ്ഞ 2 മാസം ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള മനക്ലേശങ്ങളും സന്താനക്ലേശങ്ങളും ധനനഷ്ടങ്ങളും ധനത്തിലുള്ള ച്യുതിയുമൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലയളവായിരുന്നു. അതെല്ലാം മാറി സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും സൽകീർത്തിയുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. കൂടാതെ ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുകയും ചികിത്സ ഫലിക്കുന്ന അല്ലെങ്കിൽ ചികിത്സ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവ് കൂടി ആയിരിക്കും. കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കുമെല്ലാം തീർച്ചയായിട്ടും നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമായിരിക്കും ബുധൻ്റെ രാശിമാറ്റം മൂലം സംഭവ്യമാകാൻ പോകുന്നത്. ബുധൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു രാശി മകരം രാശിയാണ്. മകരം രാശിയിൽ വരുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 4ലേക്കാണ് ബുധൻ്റെ ഗ്രഹചാരം നടക്കുന്നത്. 4ലേക്കുള്ള ബുധൻ്റെ ഗ്രഹചാരം വളരെയധികം ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് സമ്മാനിക്കും. കഴിഞ്ഞ ബുധൻ്റെ നീചസ്ഥിതി മൂലം പ്രത്യേകിച്ച് അത് 3ലൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ കാലയളവിൽ ബന്ധുജന വിരോധങ്ങളും സഹോദരങ്ങളിൽ നിന്നുള്ള പലതരത്തിലുള്ള എതിർപ്പുകളും മനക്ലേശങ്ങളും കുടുംബകലഹങ്ങളും സാമ്പത്തിക പരാധീനതയുമെല്ലാം നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം മാറി സമാധാനവും സന്തോഷവും സൽകീർത്തിയും സമ്പത്തും ഒക്കെ വന്നു ചേരുന്ന ഒരു മാസക്കാലമാണ് വരാൻ പോകുന്നത്. കൂടാതെ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ പ്രത്യേകിച്ച് ഗൃഹം, വാഹനം അല്ലെങ്കിൽ നിലവിലുള്ള ഗൃഹം മോടി പിടിപ്പിക്കുക, ഇതൊക്കെ സാധ്യമായി തീരുന്ന സമയമാണ്. പിന്നെ മാതൃഗുണം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു മാസമായിരിക്കും. മാതൃസ്വത്തോ അല്ലെങ്കിൽ മാതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് സഹകരണമോ സാമ്പത്തിക നേട്ടങ്ങളോ ഒക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കുമെല്ലാം പൊതുവിൽ വളരെ അനുകൂല സ്ഥിതി ഈ ഒരു മാസം ബുധൻ്റെ രാശിമാറ്റം മൂലം സംഭവ്യമാകുന്നതാണ്. ബുധൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന 7ാമത്തെ രാശി എന്ന് പറയുന്നത് മീനൻ രാശി ആണ്. മീനൻ രാശിയിൽ വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് അവർ 7ാം ശനി കാലമാണ്, പ്രത്യേകിച്ച് ജന്മശനി കാലമൊക്കെയാണ്. പല വിധത്തിലുള്ള മനക്ലേശങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ബന്ധുജന വിരോധങ്ങളും
ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ നേരിട്ട് വരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നെല്ലാം പെട്ടെന്നൊരു മോചനം കിട്ടുന്ന ഒരു മാസമാണ്. പ്രത്യേകിച്ച് 2ലേക്കാണ് ബുധൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത്. ധനസ്ഥാനത്താണ്. സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, വാക്കുകൾക്ക് വിലയുണ്ടാകും, വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ട് പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം ഒന്നകന്ന് കുറച്ച് സമാധാനവും സന്തോഷവും വന്നു ചേരുന്ന ഒരു സമയമാണ്. കൂടാതെ സന്താനങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു സമയമാണ്. ബിസിനസ് രംഗത്ത് തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന അവരെ സംബന്ധിച്ച് ആ തടസ്സങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റിയില്ലെങ്കിലും മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ ഈ ബുധൻ്റെ ഈ രാശിമാറ്റം മൂലം വന്നു ചേരുന്നതാണ്. പല വിധത്തിലുള്ള പ്രത്യേകിച്ച് ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹകരണം, കുറച്ചു കാലം കൊണ്ട് ബന്ധുജന വിരോധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സഹകരണമൊക്കെ ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയക്കാർക്കും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാം ബിസിനസ്സുകാർക്കുമെല്ലാം പൊതുവിൽ വളരെ അനുകൂല സമയം തന്നെയാണ് ഈ ഒരു മാസം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന 7 രാശിക്കാരെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും, ഒപ്പം ഓൺലൈനായിട്ട് കൺസൾട്ടേഷന് വേണ്ടി നേരിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മുഖേന ചാറ്റിങ്ങിലൂടെ ബന്ധപ്പെടുകയോ ചെയ്യുക. നേരിട്ട് വിളിച്ചാൽ പലർക്കും കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. വാട്സപ്പ് നമ്പറിലൂടെ ബന്ധപ്പെട്ടാലും കൺസൾട്ടേഷൻ ലഭ്യമാവുന്നതാണ്. മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.